എന്റെ ഈശ്വര, എന്തൊരു തിരക്കാത്! അല്ലേ ഇത് ഇവിടുത്തെ മര്യാദ അങ്ങ് പുറകോട്ട് നിൽക്കണം. ഞങ്ങളൊക്കെ ഇവിടെ കാറ്റുകൊള്ളാൻ നിൽക്കാണെന്നാണോ വിചാരം? 2-3 മണിക്കൂറായിട്ട് ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നു. അപ്പൊ ഒരു സാമർത്ഥ്യക്കാരി വന്നിരിക്കുന്നു. ഗോമതിയമ്മേ, നിങ്ങളോടാ പറയുന്നത്. താൻ തന്നെ ജോലി നോക്കണോ? അങ്ങ് പുറകോട്ട് പോയി നിൽക്കാൻ. ഞാൻ എന്റെ ഭർത്താവിന്റെ പിറകെ നിന്നിട്ടുള്ളൂ, വേറെ ഒരുത്തന്റെ പിറകെ നിന്നിട്ടുമില്ല. ഈ ഗോമതി നിൽക്കിയില്ല. അവരോട് ആരാ വർത്താനം പറയുന്നത്? അത് അങ്ങനത്തെ ഒരു ജന്മമാ. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഇത് കണ്ടോ ഗോമതിയമ്മേ? നിങ്ങളുടെ മകൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പണി കണ്ടോ? എന്തോന്ന്? എന്റെ മോന്റെ തല പൊട്ടിച്ചു. ഇത്രേ ഉള്ളോ? ഇവൻ അവനെ എന്തെങ്കിലും ചെയ്തു കാണും. അവനെ എടുത്തിട്ടാ? ആ കേട്ടോ, ഇടിച്ചേ ചോടിയാ പിന്നെ എന്തോ ചെയ്യാനാ? പിറകെ ഓടിച്ചെന്ന് ഇടിക്കുമോ? കല്ലെടുത്ത് അടിച്ചല്ലേ ഉള്ളൂ. എടാ മോനെ, നിന്നെ ആരെങ്കിലും നോവിച്ചാൽ നീ നല്ലോണം നോവിച്ചു കൊടുക്കണം കേട്ടോ. നിനക്ക് ഞാനാ ചോറ് തരുന്നത്. മക്കളെ ഇങ്ങനെ വളർത്തി എങ്ങനെ നന്നാവാനാ? കെ ശിവശങ്കരൻ, ഹാജർ. ഡി അവറാച്ചൻ, ഹാജർ. വിജയൻ. വിജയൻ എവിടെ? എടാ നിൽക്കുനി മാത്രം എന്താണ് സ്കൂളിൽ വരാഞ്ഞത്? ഇന്നലെ നീ വന്നോ? മിനിഞ്ഞാന്ന് വന്നോ? ചോദിച്ചതിന് ഉത്തരം പറയടാ. ആഹാ, സ്കൂളിലേക്കെന്നും പറഞ്ഞ് പോന്നിട്ട് ഇതാണ് നിന്റെ പണിയല്ലേ? നിന്റെ അമ്മ ഒന്ന് കാണട്ടെ. സാർ, സാർ, എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ നല്ല വഴിക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കട്ടെ. നേരാണോ മോനെ? മാസ്റ്റർ നിന്നോട് വീട്ടു ജോലി ചെയ്യാൻ പറഞ്ഞോ? അതെ അമ്മേ, ഇങ്ങനെ എന്നും ചന്തയിൽ പോണം, മീൻ വാങ്ങണം. മീൻ വാങ്ങിക്കാൻ അയാളുടെ പമ്പർന്നൊരടയില്ലേ? ഇന്ന് മാർക്കറ്റിൽ പോകാൻ വയ്യാന്ന് പറഞ്ഞു. ഉടനെ എന്നെ പിടിച്ച് 5-6 അടി. ആഹാ, ഇത് കൊള്ളാലോ. ഞാൻ അയാളൊന്ന് കാണട്ടെ. അയാളെ പിള്ളേരെ തല്ലും മാർക്കറ്റിൽ പോക്കും ഞാനിന്ന് നിർത്തി കൊടുക്കാം. അങ്ങനെ അയാൾ കൊള്ളില്ലല്ലോ. ആ അതാ വന്നിരിക്കുന്നല്ലോ. എടാ വാദ്യാരെ, ഞാൻ എന്റെ മോനെ പള്ളിക്കുടിച്ച് അയക്കുന്നതേ പഠിക്കാനാ, അല്ലാതെ തന്റെ വീട്ടു ജോലി ചെയ്യാനല്ല. മനസ്സിലായോ? വീട്ടുജോലി? ആ, തന്റെ പമ്പർന്നവർക്ക് എന്താ കയ്യും കാലില്ലേ? ചന്തയിൽ പോനെ അവളോട് പറയണം. അതിന് പകരം പള്ളിക്കുടിച്ച് വരുന്ന പിള്ളേരെ പിടിച്ച് തല്ലുന്ന എന്തിനാ? അത് ശരി. വിജയൻ ആള് ബുദ്ധിമാനാണല്ലോ. തന്റെ പിള്ളേരെ പിടിച്ച് തല്ലിയാ മതി. എന്റെ മോനെ ഞാനൊരു മുള്ളു പോലും കൊള്ളാതെ വളർത്തിയിരിക്കുന്നത്. ഗോമതിയമ്മേ, നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉണ്ടായത് എന്താണെന്ന് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട, താൻ ഒന്നും പറയണ്ട. എന്റെ മോൻ മീൻ മേടിക്കാൻ പോകാതിരുന്നതിന് അവനെ പിടിച്ച് തല്ലി. എന്നിട്ട് ഞാൻ വഴക്കോടെന്ന് പേടിച്ച് ഇങ്ങോട്ട് ഓടി വന്നിരിക്കുന്നു. ഇല്ല ഗോമതിയമ്മേ, ഇനി എന്റെ ശബ്ദത്തിന് ഇവിടെ വിലയില്ലെന്ന് എനിക്ക് മനസ്സിലായി. വിജയനെ നേർവഴിക്ക് നടത്തണമെന്ന് പറയാനാ ഞാൻ വന്നത്. എന്റെ മോൻ അങ്ങനെ വഴി തെറ്റിയിട്ടൊന്നുമില്ല. അഥവാ വഴി തെറ്റിയെന്ന് വിചാരിച്ച് മാസ്റ്റർ നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയരുത്. ഒരു വിദ്യാർത്ഥി വഴി തെറ്റുമ്പോൾ അധ്യാപകന് ദുഃഖമുണ്ടാവും. നഷ്ടം അച്ഛനമ്മമാർക്ക് തന്നെ. ആ എങ്കിൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊയ്ക്കോ. മകന് നല്ല ജോലി കൊടുത്ത് നേർവഴിക്ക് നടത്തിയാൽ അമ്മയ്ക്ക് നന്ന്. ഇല്ലെങ്കിൽ മകന്റെ തെറ്റിനുള്ള ശിക്ഷ അമ്മയും പങ്കിടേണ്ടി വരും. ഓ, ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. പൊയ്ക്കോ. എന്താടി? കുറച്ചു നേരമായിട്ട് നമ്മുടെ കോഴിയെ കാണുന്നില്ല. എവിടെ പോവാനാ? കോഴിക്കറിയും കൂട്ടി ഊണ് കഴിച്ചിട്ട് എത്ര നാളായി. ആരെങ്കിലും കണ്ടോ? ഇല്ലമ്മേ. ആ സൂക്ഷിക്കണേ, കെട്ട കൂട്ടങ്ങളാ. കഴിക്ക് കഴിക്ക് കഴിക്ക്. അമ്മയും കഴിക്ക്. അമ്മ പിന്നെ കഴിക്കാം. മോന്റെ വയറ് നിറഞ്ഞ അമ്മയ്ക്ക് വയറ് നിറയും. കോഴിക്കറി ബഹുവിശേഷമാണ്. കോഴിക്കാല് കഴിച്ചാലേ നല്ല ബലം വരും. കഴിക്ക് കഴിക്ക്. ബാ ബാ. ഗോമതിയമ്മേ, ഞങ്ങളുടെ കോഴിയെ കണ്ടോ? കോഴിയോ? ഏത് കോഴി? നിങ്ങളുടെ കോഴി ഞാനെങ്ങനെ കാണാനാ? അല്ല, അവിടെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
എവിടെയാണ് അന്വേഷിച്ചു വരുന്നത്? ഇക്കണക്കിന് നാളെ നിന്റെ ഭാര്യയെ കണ്ടില്ലെങ്കിൽ നീ ഇവിടെ അന്വേഷിച്ചു വരുമല്ലോ. ഇത് കോഴിയുടെ കാലല്ലേ? അല്ല, ആനക്കാല്. നിങ്ങൾക്ക് ഇപ്പൊ എന്തോ വേണം? പെരയെ കയറി ഇരുന്നുകൊണ്ട് അനാവശ്യം പറയുന്നു. ഗോമതിയമ്മേ, ദേഷ്യപ്പെടണ്ട. ഇത് ഞങ്ങളുടെ കോഴിയുടെ തൂവലല്ലേ? അത് ഞങ്ങളുടെ കോഴിയുടെ കാലല്ലേ? കാലിലും തോലിലും ഒക്കെ നിങ്ങളുടെ പേര് എഴുതി വെച്ചു. പേര് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കോഴി. ചെമ്മാടിത്തനം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കയറി വന്നാലേ ഞാൻ ചൂടെടുക്കാൻ പറഞ്ഞേക്കാം. ഇറങ്ങി വരണം. ഭാര്യയും ഭർത്താവും കൂടെ കുറെ തൂരം പറക്കൊണ്ട് വന്നിരിക്കുന്നു. കോഴിയെ തിരക്കി ഞാനിപ്പോ കാണിച്ചു. അവരോട് കഥയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും പോയത് പോയി. വാ. അയലക്കാരായതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നേനെ. ഒട്ടനെ ഇറങ്ങി വന്നിരിക്കുന്നു കോഴിക്കാലം കടിച്ചുകൊണ്ട്. അവരെ കാണിക്കാനായിട്ട് ഞാൻ നാളെ കൊണ്ടുവരാം. അല്ല, ഗോമതി അമ്മയല്ലേ പോകുന്നത്? ഗോമതി അമ്മ ഇങ്ങോട്ട് വന്നേ. വെയില്. ഓ, അതുകൊണ്ടായിരിക്കും തലയിൽ തുണിയിട്ടിരിക്കുന്നത് അല്ലേ? അല്ല, ഈ സഞ്ചിയിൽ എന്താണ്? കണ്ടില്ലേ ആരെയും സാധനവും? ഇതാര് പഠിപ്പിച്ച മര്യാദയാ? എന്റെ കടയിൽ കണക്ക് തീർക്കാൻ പറഞ്ഞ ഉടനെ നിങ്ങൾ മറ്റേ കടയിൽ പോയി പറ്റുവരെ തുടങ്ങിയല്ലേ? എനിക്ക് എപ്പോഴും നിന്നെ ഒന്ന് ഉദ്രവിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അപ്പുറത്ത് പോയത്. നാളെ ഇവിടെ വരാം. വേണ്ട വേണ്ട, അങ്ങനെ എല്ലാ കച്ചവടക്കാരെയും പറ്റിക്കാമെന്നായിരിക്കും. എന്നാ പിന്നെ മകനെ വിളിച്ചോണ്ട് തെണ്ടാനറിയും കൂടെ. കടം മേടിച്ച് ഞാൻ തരുമ്പോ തീരുമല്ലോ. അതിന് തെണ്ടി കാണിക്കണം. അത്ര കുറച്ചിലായി പോയെങ്കിലേ രൂപ കൊണ്ടുവന്നാടാ, എന്നിട്ട് വർത്താനം പറഞ്ഞാൽ മതി. ഓ, ഒരു അഭിമാനി വന്നിരിക്കുന്നു. ഇന്നേതായാലും ഞാൻ അമ്മയുമാരും വെറുതെ വിട്ടിരിക്കുന്നു. നാളെ ഉണ്ടല്ലോ. നാളത്തെ കാര്യം നാളെ നമുക്ക് നോക്കാം. നാളെ എന്റെ രൂപ കൊണ്ടുവന്ന് തന്നേക്കണം, അല്ലെങ്കിൽ അപ്പോഴറിയാം. വിജയ, നീ എന്തായി കാണിച്ചത്? ഇതാ കിടക്കുന്ന എന്റെ രൂപ. നീ എന്റെ അമ്മയെ പറ്റി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ മൂക്കിലിട്ട് പറ്റി കളയും. മോന് രൂപ എവിടുന്ന് കിട്ടി? അമ്പലത്തിൽ നേർച്ചപ്പെട്ടിയിൽ നിന്ന് എടുക്കാൻ. അമ്പലത്തിൽ നേർച്ചപ്പെട്ടിന്നോ? മോൻ രൂപ എടുക്കുന്ന ആരെങ്കിലും കണ്ടോ? കണ്ടു. ഇവര് കണ്ടു. കണ്ടോ? എന്താ കണ്ടു? അമ്പലത്തിലെ നേർച്ചപ്പെട്ടിന്ന് നിങ്ങളുടെ മകൻ പണം മോട്ടിക്കുന്ന ഇവര് കണ്ടെന്ന്. കൊള്ളരുതായ പറയരുത്. എന്റെ മോൻ അങ്ങനെ മോട്ടിക്കുന്നൊന്നുമല്ല. കള്ള. എന്റെ മോൻ മോട്ടിക്കുന്നത് നീ കണ്ടോടാ? കരിങ്കള്ള. അവൻ നിങ്ങളുടെ മകനാ. രൂപ മോഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അതിനവനെ അടിക്കുകയും ചെയ്തു. ഇല്ലമ്മേ, ഇവൻ കള്ളം പറയാ. എന്റെ മോൻ മോഷ്ടിക്കൊന്നുമില്ല. ഇത് തെളിവുള്ള കാര്യമാണ്. അവരെ ഇങ്ങോട്ട് വിടൂ. അവനെ എവിടെ കൊണ്ടുപോകുന്നു? എന്റെ മോൻ എവിടെ? വിടാനല്ലേ പറഞ്ഞു? ദേവസ്വം മാനേജറുടെ മുമ്പിൽ കൊണ്ട് ഇതിനൊരു തീരുമാനം എടുക്കാം. അവരെ വിടാനാ പറഞ്ഞത്. തീരുമാനമോ? എന്തോ തീരുമാനം? വിവരമില്ലാത്ത ഒരു ചെറുക്കം പറയുന്നത് കേട്ടുകൊണ്ട് എന്റെ മോനെ കൊണ്ടുപോകുന്നിരിക്കണോ? ചോരയുണ്ടെങ്കിൽ അവരൊന്ന് കൊണ്ടുപോകണം. ഞാനൊന്ന് കാണട്ടെ. ഗോമതിയമ്മേ, ഞാൻ മര്യാദയ്ക്ക് പറയാണ്. ചെറുക്കനെ വിട്, അല്ലെങ്കിൽ പോലീസ് ഒന്ന് പിടിച്ചോണ്ടു പോകും. എടോ, എന്റെ മോൻ മോഷ്ടിച്ചില്ലെന്നേ. അവൻ മോട്ടിച്ചില്ല, പിന്നെ നിങ്ങൾ തന്നെ ബാളം വെക്കുന്നേ? നീ ആരാണ് ചോദിക്കാൻ? രണ്ടും കൂടെ കൂട്ടുചേർന്ന് വന്നിരിക്കുകയാണല്ലേ? പെണ്ണുമ്പിള്ളെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടീ, എന്തിനാ ഇവിടെ? അച്ഛൻ നായരും കൂടെ എന്നെ മര്യാദ വർത്തിക്ക് വന്നിരിക്കുകയാണോ? നോക്ക്, അന്നത്തെ എന്റെ ബാക്കി എന്റെ വായിന്ന് കേൾക്കണ്ട. അപ്പൊ എന്റെ വായിന്ന് വല്ലതും കേൾക്കില്ല. പിന്നെ നിനക്ക് വെച്ചിട്ടുണ്ടോ? അമ്മേ, അമ്മേ, അയ്യോ, എന്റെ മോനെ കൊണ്ടുപോണേ. കാലമാടന്മാർ എന്റെ മോനെ
ഏൽപ്പിക്കേണ്ടതാ. അത് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവന് കൊടുക്കുന്ന ശിക്ഷ ജീവിതകാലം മുഴുവൻ ഒരു പാഠമായിരിക്കണം. അതിനാണ് ഇത് ചെയ്യുന്നത്. അത് ശരിയാ. മോനെ കക്കാനായിരിക്കുമ്പോ ആദ്യം ആലോചിക്കണമായിരുന്നു. ഇനി ഇവൻ ഒരിക്കലും കക്കില്ല. കക്കാത്ത ഒരു ദേവസ്വം മാനേജർ. എടോ, കക്കുന്നവരെല്ലാം പച്ചകുത്തി വിടുകയാണെങ്കിലേ തന്റെയൊക്കെ നെറ്റിക്ക് വേണം ആദ്യം പച്ചകുത്തി വിടാൻ. അമ്പലം വിഴിഞ്ഞുകള് ഇവിടെ നിന്നുകൊണ്ട് അനാവശ്യം പറയരുത്. അനാവശ്യമാണോ? എന്റെ മോൻ മോഷിച്ചെങ്കിലേ ഇല്ലായ്മ കൊണ്ട് വല്ല 1-2 രൂപ എടുത്തിരിക്കും. നിങ്ങൾ അങ്ങനെയാണോ? കുട്ടാട്ട് വാരിക്കൊണ്ട് പോവല്ലേ? അയ്യപ്പന്റെ പണം മോട്ടിച്ചിട്ട് ന്യായം പറയുന്നത് കേട്ടില്ലേ? പറയിപ്പിച്ച പിന്നെ എങ്ങനെ പറയാതിരിക്കും? പതുക്കെ പറ, അയ്യപ്പൻ കേക്കണ്ട. എല്ലാരും കൂടെ ചേർന്ന് കട്ട് മുടിക്കല്ലേ? എന്നിട്ട് ഇച്ചിരി ഇല്ലാത്ത ഈ കുഞ്ഞിനോട് താൻ ഈ കടുങ്ങി ചെയ്തല്ലോ. ഇവനോട് ഇതല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ ഞാനായതുകൊണ്ട് വിടുന്നു. ഓ പിന്നെ 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 ഇത് വലിയ ഔദാര്യം. ആരാണെന്ന് ഇവന്റെ ഒക്കെ തലയിൽ ഇടിച്ചു വീഴോടാ. എന്റെ മോനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. കള്ളനെന്ന് എടാ, തന്നെ കടുവ പിടിച്ചിരുന്നോടാ. നോക്കിക്കോ, നീയൊക്കെ നശിച്ചു പോവും. എന്റെ വീട്ടിൽ എനിക്ക് ഇനി വരുമ്പോ കാശ് തരാം. ഒന്നിനൊന്ന് വളം വെച്ചു കൊടുത്തു. അനുഭവിച്ചോ? അന്നേ ഞങ്ങളൊക്കെ പറഞ്ഞത് ഒറ്റ മോനാന്ന് വിചാരിച്ച് ലാളിച്ച് ചീത്തയാക്കരുതെന്ന്. മക്കളുടെ നന്മയും തിന്മയും മാതാപിതാക്കളുടെ വളർത്തേണ്ട ഗുണം പോലിരിക്കും. വിജയനെ എങ്ങനെ ആക്കിയത് ഗോമതി അമ്മയാണെന്നേ ഞാൻ പറയും. കുറ്റം പറയാൻ കുറെ ആളുകൾ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മോനെ എവിടെ പോയെന്നറിയാം. എവിടെ തീ തിന്നുന്നു. തീ കൊല്ലാണ് കുത്താൻ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മോനെയല്ലേ വഷളാക്കിയത്. നിങ്ങളെ വീട്ടിൽ വന്നില്ലല്ലോ. ദ്രോഹൻ കുറ്റം പറയുന്നുണ്ട്. ആര് വരുന്നു? അവനിങ്ങ് വരും. വിജയൻ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ ഗോമതിയമ്മേ? അറിയാമെങ്കിൽ ഞാനിങ്ങനെ നിലവിളിക്കുമോ എന്റെ സാറേ? എന്ത് ചെയ്യാം? ഞാൻ അന്ന് പറഞ്ഞത് ഗോമതിയമ്മ ഓർമ്മിക്കുന്നുണ്ടോ? മകന് നല്ലത് ചൊല്ലി കൊടുത്ത് നേർവഴിക്ക് നടത്തിയാൽ അമ്മയ്ക്ക് നന്ന്, ഇല്ലെങ്കിൽ മകന്റെ തെറ്റിനുള്ള ശിക്ഷ അമ്മയും പങ്കിടേണ്ടി വരുമെന്ന്. അന്ന് നിന്റെ പരിണാമെടുത്ത് വളർത്തപ്പോഴേ ഞാൻ കരുതിയതാ ആവത്തായെന്ന്. എന്റെ മോൻ ഒരു പോക്കും പോയി. തൃപ്തിയായില്ലേ? എന്റെ ഒരു വിദ്യാർത്ഥിയുടെ പേരിൽ എനിക്ക് ദുഃഖമുണ്ട്. അവന്റെ അമ്മയുടെ പേരിൽ സഹതാപവും. അതാ ഞാൻ ചോദിച്ചത്. ഈ പൊണ്ണ കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. ഗുണദോഷക്കാരെ കൊണ്ടിവിടെ കിടത്തി പൊടിപ്പിക്കില്ല. ഇനി എന്തായാലും ഈ നാട്ടിൽ ഞാനില്ല. എന്റെ മോനെ, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ കഴിയാനാ? നശിച്ച നാട്.
എന്തൊരത്ഭുതം! ഒരു മാറ്റവുമില്ല. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. നിങ്ങൾ ആരാ? ഞാൻ ഗോമതിയാ. എവിടെയാ വീട്? അങ്ങ് അകലെയാ. രണ്ടുപേരെയും തിരിച്ചറിയാൻ ഞാൻ കുഴയുമല്ലോ അച്ഛമ്മേ. ഇതെന്റെ കാർ ഡ്രൈവറാ. എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ഭാരതി അമ്മ എന്നാണ്. കാഞ്ഞിരന്തറവാട്ടിയാ. ഈ അമ്പലത്തിൽ ഒരാഴ്ച താമസിച്ച് കുളിച്ചു തൊടാൻ വന്നതാ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്റെ മോനെ തിരക്കി ഇറങ്ങിയതാ. അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് കുറേ ദിവസമായി. എന്താ അമ്മയും മകനും തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഏയ്, വഴക്കൊന്നുമില്ല. ഞാൻ എന്റെ മോനെ പൊന്നുപോലെ വളർത്തിയതാ. അയ്യോ പാവം. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? അവനെ തിരക്കി എവിടെയെങ്കിലും ഒക്കെ ഞാൻ നടക്കും. അവസാനം വല്ല വഴിയരമ്പിലും വീണങ്ങ് മരിക്കും. അല്ലാതെ എന്ത് ചെയ്യാനാ? അതിനു മുമ്പ് ദൈവം അവനെ കാട്ടിത്തന്നെങ്കിൽ. വല്ലാതിരിക്കുന്നല്ലോ. ഒന്നും കഴിച്ചില്ലേ? ഞാൻ ദേവസ്വ സത്രത്തിൽ മുറിയെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ. ഇരിക്കൂ. സാരല്ല, ഇരുന്നോളൂ. എനിക്കൊരു മോനാ, മോഹൻ. പഠിക്കുകയാണ്. വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? ജോലിക്കാർ മാത്രമേ ഉള്ളൂ. മോന്റെ അച്ഛൻ മരിച്ചിട്ട് 4-5 വർഷമായി. ബന്ധുക്കളായിട്ട് ഒരാങ്ങളെയുണ്ട്. പോലീസ് സ്റ്റേഷനും ജയിലുമായി അവന്റെ ആയുസ് കളയുകയാണ്. പുറത്തു വന്നാൽ പണം ചോദിച്ചെന്നെ ശല്യം ചെയ്യും. ഓ, അങ്ങനെ ഒരാങ്ങളില്ലായിരുന്നെങ്കിൽ. ഞാനെന്തിനാ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്? അതിരിക്കട്ടെ, എവിടെ നിന്നില്ലാതെ ഇങ്ങനെ മോനെ തിരക്കി നടന്നിട്ട് എന്താ കാര്യം? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? മറ്റാരും എനിക്കില്ല. കേറി ചെല്ലാൻ ഒരിടവും ഇല്ല. പാവം. എന്തോ ഗോമതി അമ്മയെ എനിക്ക് വലിയ ഇഷ്ടമായി. ഒരുപക്ഷെ നമ്മൾ ഒരുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും നിങ്ങൾ എന്നോടൊപ്പം വരുമോ? എന്റെ വീട്ടിൽ താമസിക്കാം. എന്റെ മോനെ നമുക്ക് തേടി പിടിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എഴുന്നേറ്റ് കുളിച്ച് റെഡിയാവും. എന്താ ആലോചിക്കുന്നത്? ഓ, മാറി ഉടുക്കാൻ സാരല്ല. പോയി കുളിച്ചിട്ട് വരൂ. എന്റെ അടുത്ത് ധാരാളം വസ്ത്രങ്ങളുണ്ട്. ചെല്ലു. ദേ, കുളിമുറി അപ്പുറത്തുണ്ട്. പുറകെ കയറിക്കോളൂ. കൊട്ടാരം പോലത്തെ ഒരു വീട്. ആ സ്ത്രീ ഇത്രയും വലിയ പണക്കാരിയായിരുന്നു. ഈ കാണുന്ന സ്വത്തിന് മുഴുവൻ അവകാശിയായിട്ട് ഒരേ ഒരു മകൻ. അമ്മ മരിച്ചുപോയ വിവരം ഞാൻ എങ്ങനെ ആ കുഞ്ഞിനോട് പറയും? മരിച്ച വിവരം ഒരുപക്ഷെ ഞാൻ പറയാതിരുന്നാൽ ഈ സ്വത്ത് മുഴുവൻ
മാധവമ്മേ, ദേവകി, എല്ലാരും ഓടി വന്നേ. കൊച്ചമ്മ വന്ന് ഓടി വല്ലേ. എന്താ കൊച്ചമ്മേ? അയ്യോ, കൊച്ചമ്മയ്ക്ക് എന്താ പറ്റി കൊച്ചമ്മേ? കൊച്ചമ്മേ, എന്താണ് പറയൂ കൊച്ചമ്മേ? ഞങ്ങൾ വന്ന് വണ്ടി മറിഞ്ഞു, അതാകെ കത്തിപ്പോയി. എന്റെ ഈശ്വരാ, എന്റെ കൊച്ചമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോ, അത് മതി. ഞങ്ങളുടെ എല്ലാം ഭാഗ്യം. ഞാൻ അമ്പലത്തിൽ. കൊച്ചമ്മ ഒന്നും പറയണ്ട. മോഹനും കുഞ്ഞിന് തീരെ സുഖമില്ല. അമ്മയെ കാണണമെന്നും പറഞ്ഞ് എപ്പോഴും കരച്ചില്ല. കൊച്ചമ്മ വന്നാട്ടെ. കൊച്ചമ്മ വന്നോട്ടെ കൊച്ചമ്മേ. അമ്മേ, 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 അമ്മയ്ക്ക് എന്ത് പറ്റമ്മേ? അമ്മ ഒറ്റയ്ക്ക് പോയിട്ടല്ലേ ഈ ആപത്തൊക്കെ ഉണ്ടായത്. ഇനി ഞാൻ അമ്മയെങ്ങും വിടില്ല. അമ്മ ഇനി എന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ സമ്മതിക്കില്ല. ഈശ്വര, ഇതെന്ത് പരീക്ഷണമാണ്! ഇവരെല്ലാവരും കൂടി എന്നെ ഭാരതീയമ്മയാക്കിയാണല്ലോ. അതെ, തൽക്കാലം ഞാൻ ഭാരതീയമ്മയായിട്ട് ഇവിടെ കഴിയുന്നതാണ് നല്ലത്. അമ്മേ, എന്തമ്മ ഒന്നും മിണ്ടാത്തത്? ഇനി അമ്മ എന്നെ ഇട്ടിട്ട് പോയാ ഞാൻ മരിച്ചു പോകും അമ്മേ. എന്റെ അടുത്തുനിന്ന് പോയല്ലേ അമ്മേ? ഇല്ല മോനെ, അമ്മ പോകില്ല. മോനെ കൂടാതെ അമ്മ ഇനി എങ്ങും പോകില്ല. When I'm a man, I will be a blacksmith. Blacksmith. അമ്മേ, അമ്മേ. എന്താ മോനെ? അമ്മേ, ഇതിന്റെ അർത്ഥം എന്താണമ്മേ? ബ്ലാക്ക്സ്മിത്ത്. അമ്മേ, അമ്മേ. എന്താ മോനെ? ദേവിക്ക് പിന്നെ മോഷ്ടിച്ച്. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ അരിയും കൊണ്ട് പോയേനെ. കൊച്ചമ്മേ, പോട്ടു മോനെ, സാരല്ല. ദാരിദ്ര്യം കൊണ്ടല്ലേ മോട്ടിച്ചത്. ഇനി മേലാൽ മോട്ടിക്കരുത് കേട്ടോ. ഇല്ല കൊച്ചമ്മേ. അമ്മേ, ഇനി ഒരിക്കൽ കൂടി മോഷ്ടിച്ചാൽ ദേവിക്ക് പിരിച്ചുവിടുമെന്നല്ലേ അമ്മ അന്ന് പറഞ്ഞത്? പിന്നെ ഇപ്പോ